പാലത്തിൽ നിന്നും പുഴയിലേക്ക് ചാടി യുവാവിനായി തിരച്ചിലൂർജിതമാക്കി. ഇൻഫോ പാർക്കിലെ ജോലിക്കാരനായ ഇടയക്കുന്ന് സ്വദേശിയായ ആഷിഖാണ് ഇന്നലെ രാത്രി പാലത്തിൽ നിന്നും ചാടിയത്. ഫയർഫോഴ്സിന്റെ സ്കൂബ സംഘം തിരച്ചിൽ നടത്തുകയാണ്. സഹിൻ ആന്റണി അവിടെ നിന്ന് തയ്യാറാക്കി റിപ്പോർട്ട് കാണാം. ചേരാനല്ലൂർ കോതാട് പാലത്തിന് മുകളിൽ നിന്നാണ് ആഷിഖ് എന്ന 24 വയസ്സുകാരൻ പുഴയിലേക്ക് ചാടിയതെന്നാണ് അറിയുന്നത്. ഇന്ന് പുലർച്ചെ 1 മണിയോടുകൂടിയായിരുന്നു ഈ യുവാവ് പാലത്തിന് മുകളിൽ നിന്നും താഴേക്ക് ചാടിയത്. ഇദ്ദേഹം ചേരാനല്ലൂർ തന്നെ താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. മാത്രമല്ല ഇദ്ദേഹം കാക്കനാട് ആയിരുന്നു ജോലി ചെയ്തിരുന്നത്. അവിടെ കാക്കനാട് IT മേഖലയിൽ ജോലി ചെയ്തിരുന്ന യുവാവായിരുന്നു. സുഹൃത്തുക്കൾ നന്നേ കുറവായിരുന്നു. പക്ഷേ ഇന്നലെ അദ്ദേഹത്തിന് ഏതാനും ചില സുഹൃത്തുക്കളുമായി അദ്ദേഹം സംസാരിച്ചിരുന്നതിന് ശേഷം വീട്ടിലേക്ക് എത്തിയില്ല. അതേ തുടർന്ന് 1 മണിയോടുകൂടി അദ്ദേഹത്തിന്റെ അമ്മ സുഹൃത്തുക്കളെ വിളിച്ച കാര്യങ്ങൾ അന്വേഷിക്കുകയായിരുന്നു. അപ്പോഴാണ് ആഷിഖ് വീട്ടിലേക്ക് വന്നിട്ടുണ്ടല്ലോ എന്നുള്ള ഒരു മറുപടി ലഭിക്കുന്നത്. വീട്ടിൽ അദ്ദേഹം എത്താത്തതിനെ തുടർന്ന് കുടുംബം അന്വേഷണം നടത്തിയിരുന്നു. ഇന്ന് പുലർച്ചയോടുകൂടി അദ്ദേഹത്തിന്റെ ബൈക്കും ഒപ്പം തന്നെ കണ്ണടയും മൊബൈൽ ഫോണും പാലത്തിന് മുകളിൽ നിന്ന് കണ്ടെത്തുകയാണ് ഉണ്ടായത്. എന്തായാലും ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. അവരോട് തന്നെ ചോദിക്കാം. പഞ്ചായത്തിന്റെ അടുത്തുള്ള സോണിയവലിയിൽ താമസിക്കുന്ന പൊട്ടക്കാട്ട് ഷൗക്കത്തിന്റെ മകൻ ആഷിഖ് എന്നാണ് പറഞ്ഞത്. മറ്റു കാരണങ്ങളൊന്നും അറിയത്തില്ല. ഇതുവരെ ഇല്ല. കൃത്യമായി ജോലിക്ക് പോയി അതിന്റെ കാര്യങ്ങൾ നടത്തി വരുന്നൊരു പയ്യനാണ്. നാട്ടിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഒരു പയ്യൻ തന്നെയാണ്. എന്താണ് കുഴപ്പമൊന്നും ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. അറിവായിട്ടില്ല ഇതിനെ കുറിച്ചിട്ടുള്ള. കുടുംബമായിട്ട് വല്ലതും സംസാരിച്ചിരുന്നോ? ഇല്ല, കുടുംബമായിട്ട് കുഴപ്പമൊന്നുമില്ല എന്നുള്ളത് നല്ലൊരു വ്യക്തിയായിരുന്നു. സാധാരണ ഈ പാലത്തിന് മുകളിൽ നിന്നൊക്കെ ആളുകളൊക്കെ അങ്ങനെ ഇതിനു മുമ്പ് വല്ല അപകടങ്ങളൊക്കെ അല്ലെങ്കിൽ ആത്മഹത്യാ ശ്രമങ്ങളൊക്കെ വല്ലതും നടന്നിട്ടുണ്ടോ? ഇതിനു മുമ്പ് നേരത്തേക്ക് നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ചില സമയങ്ങളിലൊക്കെ അങ്ങനെ ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാറുണ്ടല്ലേ. അതെ. എന്തായാലും ഇപ്പോൾ സ്കൂബ ടീമും ഫയർഫോഴ്സ് സംഘവും തിരച്ചിൽ നടത്തുന്നുണ്ട്. ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ കൂടി സഹായം ഇതിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഇദ്ദേഹത്തെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള തിരച്ചിൽ എപ്പോഴും ഊർജിതമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 സംഘങ്ങളായി സ്കൂബ ടീമുകൾ തിരിഞ്ഞാണ് ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നത്. ഇന്നലെ 1 മണിക്ക് ശേഷം വലിയ അടിയൊഴുക്ക് ഈ പുഴയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് തിരച്ചിൽ നടത്തുന്നതിനോടൊപ്പം തന്നെ മറ്റു ഒരു ഭാഗത്തേക്ക് കൂടി തിരച്ചിൽ ശക്തമായി നടത്തുകയാണ്. ആഷിഖ് എന്ന 24 വയസ്സുകാരന് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും ഊർജിതമായി നടക്കുന്നുണ്ട്.